അത് 2 കൊല്ലം മുമ്പാണ്. പ്രിയപ്പെട്ട ഇവിടെ നിൽക്കുന്ന കാക്കിയിട്ട പോലീസുകാരാ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം 6 മാസം കഴിയുമ്പോ ആ കൈ കൊണ്ട് യൂത്ത് കോൺഗ്രസുകാർക്ക് സല്യൂട്ട് അടിക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ടാകും എന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങൾക്കാണ് ഇന്നലെ നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ സാക്ഷ്യം വഹിച്ചത്. ഒരു പൂജാരിയായ ഒരു വ്യക്തി, മദ്യം ഇതേവരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തി, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി മികച്ച പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ മദ്യപിച്ചു എന്ന കള്ളക്കേസെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലും പോലീസ് ജീപ്പിലും ഇട്ട് മൃഗീയമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടത്. കോടതി മുറികളിലേക്ക് ചെന്നപ്പോ അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയുകയുണ്ടായി. അയാൾക്കെതിരെയുള്ള കേസ് നിലനിൽക്കുകയില്ല എന്ന് തെളിയുകയുണ്ടായി. പകരം അയാളെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു. ആ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് അടിച്ചു തുടങ്ങിയത് എന്നാണ് സുജിത്ത് പറഞ്ഞത്. അത് 2 കൊല്ലം മുമ്പാണ്. പ്രിയപ്പെട്ട ഇവിടെ നിൽക്കുന്ന കാക്കിയിട്ട പോലീസുകാരാ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം 6 മാസം കഴിയുമ്പോ ആ കൈ കൊണ്ട് യൂത്ത് കോൺഗ്രസുകാർക്ക് സല്യൂട്ട് അടിക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ടാകും എന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. എന്ത് പോലീസാണോ? മാങ്ങ മുതൽ മാല വരെ മോഷ്ടിക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ്. ഇതുപോലെയുള്ള ഊള പോലീസുകാരെയും വെച്ച് 4 ലാത്തിയും 3 ഷീൽഡും വെച്ച് യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇവിടെ അടിച്ചൊതുക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാരാ, അതിന് വെച്ച വെള്ളമങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുക. നിങ്ങൾ എത്ര പോലീസുകാരുണ്ടോ? അതിന്റെ ഇരട്ടിക്ക് യൂത്ത് കോൺഗ്രസുകാർ ഈ മണ്ണിലുണ്ട്. ഇതിലും വലിയ കാട്ടാള സേനയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, EMSന്റെ പോലീസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നായനാരുടെ പോലീസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ ഭയപ്പെട്ടില്ല. പിന്നെയാണോ ഈ 2025 ഒരു കൊലക്കേസിലെ പ്രതിയായ ആഭ്യന്തര വാഴ പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസ്? ഞങ്ങൾക്കൊന്നും ഒരു ഭയവുമില്ല. പിന്നെ ഇവിടെ വന്ന് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ പുറകിൽ നിന്ന് 5 പോലീസുകാരെ വിടുകയാണ്. പുറകിൽ നിന്ന് 5 പോലീസുകാർ വന്ന് പുറകിൽ നിന്ന് അടിച്ചു തുടങ്ങുകയാണ്. പരിപാടി അലങ്കോലപ്പെടുത്തണം. ഞങ്ങൾ അപ്പോഴും പറഞ്ഞു, ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് നുഹ്മോൻ എന്ന് പറയുന്ന ഒരു പുന്നാര മോന്റെ വീട്ടിലേക്ക് തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല. എനിക്ക് ആ പ്രിയപ്പെട്ട ആ നുഹ്മോന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഉണ്ടല്ലോ, അവരെ ഓർത്ത് എനിക്ക് സഹതാപമാണ്. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട നുഹ്മോന്റെ ഭാര്യയോട് യൂത്ത് കോൺഗ്രസിന് അഭ്യർത്ഥിക്കാനുള്ളത്, അവൻ ഈ ആളുകളെ മർദ്ദിച്ച് ഈ അക്രമം നടത്തി കൊണ്ടുവരുന്ന ശമ്പളം കൊണ്ട് മേടിക്കുന്ന ചോറ് കൊലച്ചോറാണ്, കൊലച്ചോറാണ്, കൊലച്ചോറാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ ആ നുഹ്മോന്റെ കുടുംബം നുഹ്മോനോട് തയ്യാറാകണം എന്നതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. അവർക്കെതിരെ കൃത്യമായ നടപടി എന്ന് പറഞ്ഞാൽ എന്താ? ഹരിശങ്കർ പറയുകയാണ്, ഞങ്ങൾ നടപടിയെടുത്തു. എന്താ നടപടി എന്നറിയോ? കുന്നംകുളത്ത് നിന്ന് ടൗൺ സ്റ്റേഷനായ വിയ്യൂരിലേക്ക് മാറ്റി. ഇതാണ് നടപടി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ടൗൺ സ്റ്റേഷനായ വിയ്യൂരിലേക്ക് മാറ്റുന്നു. നടപടി ഇതൊന്നുമല്ല. അവൻ കാക്കിയഴിച്ച് എന്നേക്കുമായി പണിയെടുത്ത് ജീവിക്കാനുള്ള സാഹചര്യം യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കും. അതുവരെ ഈ സമരമുണ്ടാവും.